പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനും നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലേ. വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ സന്തോഷം കണ്ടെത്താനാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാനും എൻ്റെ സന്തോഷവും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. നിങ്ങളെ ഞാൻ കാണുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാട്സപ്പ് ആയാലും എല്ലാം ഏറ്റവും കാര്യം കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനായിരിക്കണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളെ എങ്ങനെയെങ്കിലുമൊക്കെ അപവാദ പ്രചരണം നടത്താനായിട്ടുള്ള ഒരു വേദിയാക്കി അതിലൂടെ ലൈക്കും കമൻറ്റും വാങ്ങി മുന്നോട്ട് പോകാമെന്നുള്ളൊരു ധാരണയൊക്കെ വെച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അപകടകരമാണ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം അതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ആളെക്കുറിച്ച് എന്തെങ്കിലും തോന്നിയെന്നും പറഞ്ഞിട്ട് അത് എൻ്റെ തോന്നൽ ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാലുള്ള ഒരു സംഭവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. എവിടെയോ ആ പയ്യൻ്റെ ടച്ച് ചെയ്തെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ആ വീഡിയോയിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്. അല്ല, ബസ്സാണ്, തിക്കും തിരക്കുള്ള സ്ഥലമാണ്, സ്വാഭാവികമായിരിക്കാം. അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നതായിരിക്കില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, ഇല്ലയെന്നുമല്ല. പക്ഷേ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സോഷ്യൽ മീഡിയയിലല്ല ഇതിൻ്റെ പരാതി പറയേണ്ടത്, നേരെ പോലീസ് സ്റ്റേഷനിലാണ്. സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് വിചാരണ നടത്തേണ്ട ഒരു സാഹചര്യമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതാണ് പലപ്പോഴും മാറിപ്പോകുന്നത്. എൻ്റർടൈൻമെൻ്റ് ആണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കണം സോഷ്യൽ മീഡിയ കൊണ്ടുള്ള വാർത്തകൾ കാണാം, അല്ല കേൾക്കാം, ഇതൊക്കെ കാണാം, നമ്മളുടെ സന്തോഷങ്ങളും പങ്കുവയ്ക്കാം. അതിനപ്പുറത്തേക്ക് ഒരാളെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേദിയായി ദൈവത്തെ ഓർത്ത് ഇത് മാറ്റരുത്. ഇനി അങ്ങനെ മാറ്റിയിട്ടുള്ള ഇത്തരം കുറേ കേസുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കൂടി സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് കൊണ്ട് സാധിക്കണം. എന്നാലാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ.